വയനാട് മേപ്പാടി ദുരന്തഭൂമിയിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഇന്നും തുടരും. തുരങ്ക നിർമ്മാണ സ്ഥലത്തെ അപകടത്തിൽ കാണാതായത് 5 പേരെ. ചികിത്സയിലുള്ള 7 പേരിൽ ഒരാൾ മലയാളി. റോഡിലെ മണ്ണ് നീക്കാൻ ഇന്ന് കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കും. മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് വയനാട്ടിലേക്ക് ഉച്ചയ്ക്ക് 1 മണിയോടെ ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി കള്ളാടിയിലെത്തും. ദുരന്ത മേഖല സന്ദർശിക്കും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. ദുരന്തബാധിതർക്കുള്ള ധനസഹായം സംബന്ധിച്ച തീരുമാനവും ഉണ്ടായേക്കും. അപകട സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് മന്ത്രിമാരായ എ.പി. അനിൽകുമാറും ടി. സിദ്ദിഖും. സംസ്ഥാനത്ത് നിന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. കാസർഗോഡ് മുതൽ ആലപ്പുഴ വരെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഇന്ന് വയനാട്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മധ്യ കേരളത്തിലും മഴ ശക്തമാകും. മലയോര മേഖലയ്ക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. തീരദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്ന ആസൂത്രണ ബോർഡിലെ PSC പരീക്ഷാ ക്രമക്കേടിൽ സർക്കാർ അന്വേഷണം ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം അന്തിമ തീരുമാനമെടുക്കും. അന്വേഷണത്തിന് വിജിലൻസിന്റെ പ്രത്യേക ടീമിനെ നിയോഗിക്കുമെന്ന് സൂചന. വസ്തുതാന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി രമേശ് ചെന്നിത്തല. ബൂട്ട് റേസിൽ എംബപ്പയെ മറികടന്ന് ലിയോണൽ മെസ്സി. ലോകകപ്പിൽ തുടരെ 9ാം മത്സരത്തിലും ഗോൾ. പെനാൽറ്റി പാഴാക്കിയിട്ടും നിരാശനാകാതെ ടീമിന് രക്ഷകനായി സൂപ്പർ താരം. ലോകകപ്പിലെ ഗോൾ നേട്ടം 21. ലോകകപ്പ് റഫറിയിങ്ങിനെതിരെ വ്യാപക പരാതിയുമായി ഈജിപ്ത്. ഗോൾ അനുവദിക്കാത്തതിലും പെനാൽറ്റി നൽകാത്തതിലും വിമർശനവുമായി താരങ്ങൾ. ഫൗളുകൾ സംബന്ധിച്ചും പ്രതിഷേധം. തോൽവിയോടെ മുഹമ്മദ് സലാഹ്ക്ക് മടക്കം. ലോകകപ്പ് ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് സ്വിറ്റ്സർലൻഡ് എതിരാളികൾ. കൊളംബിയയെ തോൽപ്പിച്ചത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. ക്വാർട്ടറിൽ ഫ്രാൻസിന് മൊറോക്കോയും ഇംഗ്ലണ്ടിന് നോർവേയും ബെൽജിയത്തിന് സ്പെയിനും എതിരാളികൾ. സഞ്ജു ഇല്ലാതെ ഇറങ്ങി ഇന്ത്യയ്ക്ക് ഇംഗ്ലണ്ടിനെതിരെ നാണം കെട്ട തോൽവി. 202 റൺസ് പിന്തുടർന്ന ഇന്ത്യ 76 ഓൾ ഔട്ട്. 6 താരങ്ങൾ 2 അക്കം കണ്ടില്ല. ഇന്ത്യയുടെ തുടർച്ചയായ 4ാം തോൽവി. സഞ്ജുവിനെ ഒഴിവാക്കിയ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് ഹർഷ ഭോഗ്ലെ.